എല്ലാവർക്കും നമസ്കാരം. ഓഗസ്റ്റ് 15 ഇന്ത്യക്കാരായ ഓരോരുത്തരും തങ്ങളുടെ മനസ്സിൽ ഏറെ അഭിമാനത്തോടെ ഓർത്തുവെക്കുന്ന ദിനം. രാജ്യം 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അതിനായി ജീവനും ജീവിതവും ഉപേക്ഷിച്ച് പൊരുതിയ ധീരസേനാനികളെ നമ്മൾ സ്മരിക്കുകയാണ്. 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ ആദ്യമേ തന്നെ നേരുന്നു. ഓരോ സ്വാതന്ത്ര്യദിനവും കടന്നു പോകുമ്പോൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി സ്വജീവനും ജീവിതവും ത്യജിച്ച് പോരാടിയ ധീരസമരനായകരെ സ്മരിക്കുന്നതിനോടൊപ്പം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നാം ഓരോരുത്തരും അഭിമാനിക്കുകയും നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സത്ത നിർവചിക്കുന്ന ജനാധിപത്യം, സമത്വം, നീതി എന്നീ ആദർശങ്ങളോടുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുകയും ചെയ്യണം. 1947 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയുടെ നെറുകയിൽ രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ത്രിവർണ പതാക ഉയർത്തിയപ്പോൾ അവസാനമായത് 200 വർഷം നീണ്ട ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രപ്രസിദ്ധമായ അർദ്ധരാത്രി പ്രസംഗം ഇപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കുന്നു. അർദ്ധരാത്രിയിൽ ലോകമുറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നീങ്ങുകയായിരുന്നു. ഈ സ്വാതന്ത്ര്യം വെള്ളിത്തെളികയിൽ നമുക്ക് നേരെ നീട്ടിയതല്ല. എണ്ണമറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രക്തവും വിയർപ്പും കണ്ണീരും കൊണ്ടാണ് അത് നമ്മൾ നേടിയെടുത്തത്. അവരുടെ അചഞ്ചലമായ മനോഭാവവും ദൃഢനിശ്ചയവും മാതൃരാജ്യത്തോടുള്ള ആഴമായ സ്നേഹവുമാണ് അടിച്ചമർത്തലിനെതിരെ ഉയരുവാൻ ദശലക്ഷങ്ങളെ പ്രേരിപ്പിച്ചത്. 1857 കലാപകാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ അതിശക്തമായി പോരാടിയ റാണി ലക്ഷ്മിഭായിയുടെ വീര്യം, രാജ്യസ്നേഹത്തിനു വേണ്ടി പുഞ്ചിരിയോടെ തൂക്കുമരത്തെ നേരിട്ട ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ് എന്നിവരുടെ ത്യാഗം, അഹിംസയുടെയും നിയമലംഘനത്തിൻ്റെയും തത്വചിന്ത നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അണിക്കല്ലാക്കി മാറ്റിയ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ അർപ്പണം, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ചന്ദ്രശേഖർ ആസാദിൻ്റെയും മനോധൈര്യം തുടങ്ങിയ ചെറുതും വലുതും അറിയപ്പെടുന്നവരുടെയും അറിയപ്പെടാത്തവരുടെയുമായ ഒരു പറ്റം രാജ്യസ്നേഹികളായ മനുഷ്യർ നമുക്കായി നേടിത്തന്നതാണ് ഈ സ്വാതന്ത്ര്യം. ഈ ധീരദേശാഭിമാനികൾ വിലമതിച്ച മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളും അവർ വിഭാവനം ചെയ്ത ഇന്ത്യക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കാൻ നമുക്ക് പ്രേരക ഊർജമായിരിക്കണം. ബ്രിട്ടീഷ് അധീനതയിലെ ഒരു കൊളോണിയൽ രാജ്യം എന്ന നിലയിൽ നിന്ന് ഇന്ത്യ ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു കാലത്ത് സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്നത്ര ഉയരങ്ങളിലാണ്. ഹരിത വിപ്ലവം ഭക്ഷ്യക്ഷാമമുള്ള ഒരു രാജ്യത്ത് നിന്ന് ഭക്ഷ്യം കയറ്റുമതി ചെയ്യുന്ന രാജ്യമാക്കി നമ്മെ മാറ്റി. ചന്ദ്രയാൻ, മംഗളയാൻ തുടങ്ങിയ ദൗത്യങ്ങൾ ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ നമ്മെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചു. ഡിജിറ്റൽ വിപ്ലവം, നഗരഗ്രാമ വിഭജനം നിയന്ത്രിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ വിദൂര കോണുകളിലേക്ക് ആധുനികതയും ശാസ്ത്രീകരണവും കൊണ്ടുവന്നു. ആഗോളതലത്തിൽ നിരവധി വെല്ലുവിളികൾക്കിടയിലും ദ്രുതഗതിയിൽ അനുദിനം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുന്നു. കലാകായിക രംഗങ്ങളിലും രാജ്യം കൈവരിച്ച ഉന്നതി സമാനതകളില്ലാത്തതാണ്. ഈ മഹത്തായ രാഷ്ട്രത്തിലെ പൗരന്മാരെന്ന നിലയിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമായ സംഭാവനകൾ നൽകേണ്ടതും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങൾ വ്യർത്ഥമാകില്ലെന്ന് ഉറപ്പാക്കേണ്ടതും നമ്മുടെ കടമയാണ്. രാഷ്ട്രനിർമ്മാണത്തിൽ നമുക്കോരോരുത്തർക്കും ഒരു പങ്കുണ്ട്. അത് നമ്മുടെ തൊഴിലുകളിൽ മികവ് പുലർത്തുന്നതിലൂടെയോ ഉത്തരവാദിത്തമുള്ള പൗരന്മാരാകുന്നതിലൂടെയോ
സഹജീവികളോട് അനുകമ്പയോടെയും കരുതലോടെയും പെരുമാറുന്നതിലൂടെയുമാകാം. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മഹത്തായ തത്വങ്ങളായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ കാത്തു സൂക്ഷിക്കേണ്ടതും നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ സ്വാതന്ത്ര്യം വെറുമൊരു പദവിയല്ല, മറിച്ച് ഒരു ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക. നമുക്ക് ലഭിച്ചതിനേക്കാൾ ശക്തവും കൂടുതൽ നീതിയുക്തവും സുസ്ഥിരവുമായ ഒരു രാഷ്ട്രം ഭാവിയിൽ ഇന്ത്യൻ തലമുറയ്ക്ക് കൈമാറാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അർപ്പണബോധത്തോടെയും സമഗ്രതയോടെയും സേവിക്കുമെന്ന പ്രതിജ്ഞ നമുക്ക് പുതുക്കാം. രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനുമായി ഊർജിതമായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരുടെ സ്മരണയെ നമുക്ക് ആദരിക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതീക്ഷയോടെയും പ്രവൃത്തികളിൽ നിശ്ചയദാർഢ്യത്തോടെയും ശോഭനവും കൂടുതൽ സമൃദ്ധവുമായ ഭാവിയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നേറാം. സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഏവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.